LM ലേണിംഗ് അമൃത മിസ് ആണ്. മകളെ, മിസ് ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മളെല്ലാവരും അല്ലേ, ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ അടിപൊളി ചാപ്റ്ററാണ്. അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ കുഴപ്പിച്ചിട്ടുണ്ടാവുക അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ഫ്രാക്ഷൻസ് ആണ്. ആ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ഫ്രാക്ഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇന്ന് മിസ് പറയാൻ പോകുന്നത് ഈ അഡിഷൻ എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം എന്നുള്ള ഒരു കാര്യമാണ്. എങ്ങനെ നമുക്ക് അഡിഷൻ ചെയ്യാം, രണ്ട് ഫ്രാക്ഷൻസിനെ എങ്ങനെ നമുക്ക് വേഗത്തിൽ ആഡ് ചെയ്യാം എന്നുള്ള കാര്യമാണ് മിസ് ഇന്ന് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ഫ്രാക്ഷനിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അഡിഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, മിസ് അപ്പൊ സബ്ട്രാക്ഷൻ ഇല്ലേ? സബ്ട്രാക്ഷൻ ഉണ്ട്. വഴിയെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ദിവസം ഒരു വീഡിയോ ആയിട്ട് സബ്ട്രാക്ഷന്റെ പാർട്ട് കൂടി മിസ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് പോർഷനാണ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് എന്ന് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നമ്മളുടെ കമന്റ് ബോക്സിലൂടെ അല്ലെ കമന്റ് ആയിട്ട് ഞങ്ങളെ അറിയിക്കുക. അപ്പൊ ആ പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ള സൊല്യൂഷൻ ആയിട്ട് ഞങ്ങൾ പിന്നെയും വരുന്നതാണ്. ഓക്കെ, അപ്പൊ സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഭാഗം മിസ് അടുത്ത ദിവസം പറഞ്ഞുതരും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അഡിഷൻ എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാൻ പോവാണ്. ഓക്കെ, അതിൽ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ചില ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് തരുന്ന ഫ്രാക്ഷൻസിൽ ചിലവരുടെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 1/2 പ്ലസ് 1/2 വേണ്ട, കാരണം 1/2 ചെറിയ സിമ്പിൾ അല്ലേ. 3/5 പ്ലസ് 2/5 അല്ലെങ്കിൽ 4/5 കിടക്കട്ടെ. 3/5 പ്ലസ് 4/5 ഇങ്ങനെയുള്ള രണ്ട് ഫ്രാക്ഷൻസ് നമ്മളോട് ആഡ് ചെയ്യാൻ പറഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ആഡ് ചെയ്യാൻ വരുന്ന രണ്ട് ഫ്രാക്ഷൻസ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോയി നോക്കേണ്ടത് അവരുടെ ഡിനോമിനേറ്ററുകൾ സെയിം ആണോ എന്ന് നമ്മൾ നോക്കണം. ആഹാ, സെയിം ആണല്ലോ, അടിപൊളി. അങ്ങനെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ ആ ഡിനോമിനേറ്റർ തന്നെയായിരിക്കും ആൻസറിന്റെയും ഡിനോമിനേറ്റർ. പിന്നെ എന്താ മിസ് ഇവിടെ ചെയ്യാനുള്ളേ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ന്യൂമറേറ്ററുകളെ നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. 3 + 5 എത്രയാണ്? 3 + 4 അല്ലേ? യെസ്, 3 + 4 ദാറ്റ് ഈസ് 7/5. ഇത്രേ ചെയ്യേണ്ടുള്ളൂ. അതായത് ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ ന്യൂമറേറ്റേഴ്സിനെ ആഡ് ചെയ്യുക. ഡിനോമിനേറ്റർ ഒന്നും ചെയ്യണ്ട, അത് അതുപോലെ എഴുതി വെക്കുക. ന്യൂമറേറ്ററുകളെ മാത്രം ആഡ് ചെയ്യുക. അപ്പോൾ ആൻസർ ആയി. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതൊരു മെത്തേഡ്. ഇനി ഇതിൻ്റെ ഒന്ന് നോക്കിയേ. 2/7 + 5/7 + 6/7 എത്രയായിരിക്കും? ഞാൻ പറയുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ആയിട്ട് താഴെ പറയുക. ഓക്കെ, ഇതിന്റെ ആൻസർ എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റ് ആയിട്ട് പറയാ. ഇത്രയും നോക്കിയാൽ മതി. ഡിനോമിനേറ്ററുകൾ സെയിം ആണോ? ഡിനോമിനേറ്ററുകൾ സെയിം ആണ്. ഇനി എന്ത് ചെയ്താൽ മതി, ന്യൂമറേറ്ററുകൾ മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ആൻസർ ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ടാവും. കമന്റ് ആയിട്ട് പറയാ. ഓക്കെ, അടുത്തത് ഇനി നിങ്ങൾ ചിന്തിക്കും, അപ്പൊ മിസ് ഡിനോമിനേറ്ററുകൾ സെയിം അല്ലെങ്കിലോ? നൈസ് ക്വസ്റ്റ്യൻ. ഡിനോമിനേറ്ററുകൾ സെയിം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് എടുക്കാം. എങ്ങനെ എടുക്കാം? 1/2 പ്ലസ് 2/3 ഇഷ്ടമുള്ള എടുക്കാം. 1/2 പ്ലസ് 2/3 ഇങ്ങനെ വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ഇത് എങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചാൽ ആക്ച്വലി നമ്മളിവിടെ ചെയ്യേണ്ടത് ഡിനോമിനേറ്ററുകൾ സെയിം ആണോ നോക്കും. സെയിം അല്ല. അപ്പൊ നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഓഫ് ഡിനോമിനേറ്റർ സെയിം ആയിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നേനെ എന്ന് നമ്മൾ വിചാരിക്കില്ലേടാ. ഡിനോമിനേറ്റർ സുഖമായിരുന്ന, ഡിനോമിനേറ്ററുകൾ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ മാത്രം ആഡ് ചെയ്താൽ മതി, എത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയായിരുന്നേനെ എന്ന് നമ്മൾ ചിന്തിക്കും. അത്രേ ചെയ്യേണ്ടുള്ളൂ. ഡിനോമിനേറ്ററുകളെ സെയിം ആക്കുക. എന്താ ചെയ്യേണ്ടത്? ഡിനോമിനേറ്ററുകളെ സെയിം ആക്കുക. ഇവിടെ ഡിനോമിനേറ്റർ ആരാണ്? 2 ആണ്. ഈ 2നെ ഇവർക്ക് തുല്യമായിട്ട് മാറ്റണം. അപ്പോൾ ചെയ്യേണ്ടത് LCM ഓഫ് 2 and 3. 2ന്റെയും 3ന്റെയും LCM കാണുക. അത് വേറെ ആരുമല്ല, 6 ആണ്. ഇനി നിങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്നും ചിന്തിക്കേണ്ട. ഇവിടെ എത്രയാ? 3. ഈ 3നെ കൊണ്ട് ഇയാളെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവിടെ എത്രയാ? 2. ആ 2നെ കൊണ്ട് ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യാം. സിമ്പിൾ. ഓക്കെ, അപ്പൊ എന്ത് വരും? 3/6 വരും പ്ലസ് 2 × 2 4/6 എന്ന് വരും. ഇപ്പൊ ഡിനോമിനേറ്റർ സെയിം ആയില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡിനോമിനേറ്റർ അതുപോലെ എഴുതുക, ന്യൂമറേറ്റർ +3 + 4 ചെയ്യാം. അപ്പൊ എന്ത് വരും? 7/6. ഇതാണ് ആൻസർ. സിമ്പിൾ അല്ലേ?
റെഡി? അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഡിനോമിനേറ്ററുകൾ സെയിം ആണോ ഒന്ന് നോക്കുക. സെയിം അല്ല. അപ്പൊ സെയിം ആക്കാൻ നമ്മൾ എന്ത് ചെയ്യും? LCM കണ്ടുപിടിക്കും. ഇനി LCM കാണാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ, എപ്പോഴും നടക്കില്ല, എന്നാലും മോസ്റ്റ് ഓഫ് ദി കേസിൽ നമുക്ക് ഈ ഒരു സാധനം ചെയ്യാൻ വേണ്ടി പറ്റും. LCM കാണാം. LCM കണ്ടപ്പോൾ 6 എന്ന് കിട്ടി. ഇനി LCM കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 3 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഈ 2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 3/4 + 1/3. 3/4 + 1/3 ഡിനോമിനേറ്ററുകൾ സെയിം ആണോ? സെയിം അല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? സെയിം ആക്കണം. സെയിം ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇവിടെ എഴുതട്ടെ, ഇതാ, സെയിം ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ 3നെ പിടിച്ച് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യും. മുകളിലും താഴത്തും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 4നെ കൊണ്ട് മുകളിലും താഴത്തും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം എന്ത് വരും? 3 × 3 9, 4 × 3 12, പ്ലസ് 1 × 4 4, 3 × 4 12. ഇപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയി. ഇനി എന്ത് ചെയ്യണം? ന്യൂമറേറ്റർ ആഡ് ചെയ്യണം. 9 + 4/12. അപ്പോൾ എന്ത് വരും? 9 + 4 എന്ന് പറയുന്നത് 13 വരും /12. ആൻസർ ആയി. ആൻസർ ആയി. ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്യുന്നതിനെയാണ് ബ്രഹ്മഗുപ്ത മെത്തേഡ് ഓഫ് ആഡിങ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. ബ്രഹ്മഗുപ്ത മെത്തേഡ് ഓഫ് ആഡിങ് ഫ്രാക്ഷൻസ്. ഇതേപോലെ നമ്മൾ LCM കണ്ട് ഡിനോമിനേറ്ററുകൾ സെയിം ആക്കി എന്നിട്ട് ആഡ് ചെയ്ത് അതിനെ ലോവസ്റ്റ് ടേമിലേക്ക് എഴുതുന്നതിനെയാണ് ബ്രഹ്മഗുപ്ത മെത്തേഡ് ഓഫ് അഡിഷൻ ഓഫ് ഫ്രാക്ഷൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഇതിന് പേരിട്ടു എന്ന് മാത്രം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ള ചോദ്യം ഇതാണ്. 3/4 + 1/3 + 1/5. അപ്പം നിങ്ങൾ ആലോചിക്കും, മിസ്സേ നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ ഗുണിക്കാൻ പറഞ്ഞത്, അപ്പം ഈ ഒരു ചോദ്യം എങ്ങനെ ചെയ്യും? വെയിറ്റ്, ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? LCM ഓഫ് 4, 3, 5 കാണണം. 4ൻ്റെയും 3യുടെയും 5ൻ്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കാണണം. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, അതെങ്ങനെ കണ്ടുപിടിക്കും മിസ്സേ? 4 എന്ന് പറഞ്ഞാൽ 2 × 2 ആണ്, പ്രൈം ഫാക്ടറൈസേഷൻ അല്ലേ? 3 എന്ന് പറഞ്ഞാൽ 3 ആണ്, 5 എന്ന് പറഞ്ഞാൽ 5 ആണ്. ഇനി ഒന്നും ചെയ്യാനില്ല, എല്ലാവരും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. LCM ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അപ്പം 5 2 × 2 × 3 × 5 എത്ര വരും? 5 × 2 10, 3 × 2 6, 6 × 10 60. LCM എന്ന് പറഞ്ഞാൽ 60 ആണ്. ഇനി ഓരോ ഡിനോമിനേറ്ററെയും 60 ആക്കി മാറ്റണം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ 3/4നെ ഈ 4നെ 60 ആക്കണം. 3/4നെ എന്താക്കണം? ഡിനോമിനേറ്റർ 60 ആക്കണം. LCMലേക്ക് മാറ്റണം. 4നെ 60 ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു ആരെ ചെയ്താൽ മതി? 15 ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, മിസ്സേ 15 എങ്ങനെ വന്നു? എടാ, 4നെ 60 ആക്കാൻ ഇവർ രണ്ടുപേരും ഗുണിച്ചാൽ എത്രയാ? 15. അത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 15 × 3 എന്ന് പറഞ്ഞാൽ 45. അടുത്തത് 1/3. 1/3നെ ഡിനോമിനേറ്റർ 60ലേക്ക് മാറ്റണം. 3നെ എന്തുകൊണ്ട് ഗുണിക്കണം? 20 കൊണ്ട്. അതെങ്ങനെ മിസ്സേ 20 കിട്ടി? എടാ, 4 × 5 എത്രയാ? 20 അല്ലേ? 3ൻ്റെ ഡിനോമിനേറ്റർ 60 ആക്കണമെങ്കിൽ എന്ത് ചെയ്യുക? 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? 20/60. അടുത്തത് ആരാണ്? 1/5. 1/5നെ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ 60ലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ആരെ കൊണ്ട് ഗുണിക്കണം നോക്കുക? 4 × 3 12, അതായത് 12/60. അപ്പോൾ എല്ലാവരുടെ ഡിനോമിനേറ്ററും എന്തായി? സെയിം ആയി. അപ്പോൾ എന്ത് വരും? 45/60 + 20/60 + 12/60. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാം, റൈറ്റ്? അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യം എത്രയാണ് ആൻസർ കിട്ടിയതെന്ന് കമൻ്റ് ആയിട്ട് പറയണം. ഓക്കെ, അപ്പോൾ ഇതൊന്നുകൂടെ പറഞ്ഞുതരാം മിസ്സ്. ഇങ്ങനെ 3 നമ്പേഴ്സൊക്കെ വരുന്ന സമയത്ത്, 3 നമ്പേഴ്സിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഈ താഴെത്തിരിക്കുന്ന ഡിനോമിനേറ്ററുകളുടെ LCM കണ്ടുപിടിക്കണം. LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അതെങ്ങനെയാണ് കാണുക? ഇവിടെ നോക്കുക, കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ഭാഗ്യം കൊണ്ട് ഒരാൾ പോലും കോമൺ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരെയും മൾട്ടിപ്ലൈ ചെയ്യണം. എല്ലാവരെയും മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം 4ലും 3ൻ്റെയും 5ൻ്റെയും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ഒരാൾ പോലും കോമൺ ആയിട്ട് വരുന്നില്ല. അപ്പോൾ അത് നമ്മൾ ചെയ്തു, 60 എന്ന് കിട്ടി. ഇനി ഓരോ ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്ററിനെ 60 ആക്കി മാറ്റണം. അപ്പോൾ ഫസ്റ്റ് ഫ്രാക്ഷൻ എടുത്തു, ഡിനോമിനേറ്റർ 60 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, എവിടുന്ന് ആ 15 വരുന്നു?
ഈ 4ന്റെ ഡിനോമിനേറ്റർ അല്ലേ 60 ആക്കുന്നേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ 2 ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. എത്രയാ? 15. അതാണ്, അതൊരു ഷോർട്ട് കട്ടാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ട്രിക്കാണ്. അതേപോലെ 3 എന്ന് 1/3 എന്ന് പറയുന്നതിനെ ഡിനോമിനേറ്റർ 60ലേക്ക് മാറ്റണം. അപ്പോൾ ആരെക്കൊണ്ടാണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് നമ്മളിങ്ങനെ ആലോചിക്കും അല്ലേ? ആലോചിക്കേണ്ട, ഇവർ രണ്ടുപേരെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എത്രയാ? 4 × 5 20. 20നെ കൊണ്ടാണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ചെയ്തു നോക്കുക, ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ് എല്ലാവരും കാണുക. അതേപോലെ നിങ്ങളുടെ ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ എന്ത് ചെയ്യുക, കമൻ്റ് ആയിട്ട് പറയുക. സോ താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.